നമസ്കാരം. നമ്മളൊക്കെ ഈ കൊടും ചൂടിലെ ഒരു തുള്ളി മഴയ്ക്കായി കാത്തിരിക്കുകയാണല്ലേ. എന്നാൽ കാലാവസ്ഥയിൽ വരാൻ പോകുന്ന ഒരു വമ്പൻ മാറ്റത്തെക്കുറിച്ചുള്ള വളരെ വിശദമായൊരു അനാലിസിസിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അതെ, വിയർപ്പൊഴുക്കുന്ന ഉഷ്ണതരംഗങ്ങളിൽ നിന്ന് അതിശക്തമായ കൊടുങ്കാറ്റുകളിലേക്കും മഴയിലേക്കുമുള്ളൊരു മാറ്റം. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും നമ്മൾ എങ്ങനെ ഒരുങ്ങിയിരിക്കണമെന്നും കൃത്യമായി മനസ്സിലാക്കാം. ശരി, നമുക്കിതിലേക്ക് കടക്കാം. വരാനിരിക്കുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ, മൺസൂണിന്റെ സമയക്രമം, കാർഷിക നഗരമേഖലകളെ ഇതെങ്ങനെ ബാധിക്കും, പിന്നെ നാം എടുക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യമായി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ഇത് നമുക്ക് ആശ്വാസമാണോ അതോ നാശമാണോ കൊണ്ടുവരുന്നത്? ഇതൊരു വിചിത്രമായ അവസ്ഥയാണല്ലേ. കടുത്ത ചൂടിൽ നിന്ന് തീർച്ചയായും നമുക്കൊരു ആശ്വാസം ലഭിക്കും, അതുറപ്പാണ്. പക്ഷേ മറുവശത്ത് വരാനിരിക്കുന്നത് ശരാശരിയിലും കൂടിയ മഴയാണ്. അതായത് വലിയ നാശനഷ്ടങ്ങൾക്കും വെള്ളപ്പൊക്കത്തിനും വരെ ഇത് കാരണമായേക്കാം. ചുരുക്കത്തിൽ ആശ്വാസത്തിനൊപ്പം വലിയൊരു ആശങ്കയും കൂടിയാണ് വരുന്നത്. ഇതൊന്ന് കേട്ടു നോക്കൂ. മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിലാണ് കാറ്റ് വീശാൻ പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ടല്ലേ? വെറുമൊരു സാധാരണ മഴയല്ല വരാൻ പോകുന്നത്. അതിശക്തമായ കാറ്റും കൂടിയാകുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. മരങ്ങൾ കടപുഴകി വീഴാനും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ഈയൊരു വേഗത തന്നെ ധാരാളമാണ്. ഇത് വിവിധ പ്രദേശങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നോക്കാം. കർണാടകയിലെ ബംഗളൂരു, കലബുറഗി, റായ്ചൂർ ഉൾപ്പെടെയുള്ള 18 ജില്ലകളിൽ ഇതിനകം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗളൂരുവിലെ നാശനഷ്ടങ്ങൾ നമ്മൾ വാർത്തകളിൽ കണ്ടതാണല്ലോ. ഇതിലൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉഷ്ണതരംഗം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ മറുവശത്ത് പശ്ചിമ ബംഗാളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണിയും. നമ്മുടെ ഇന്ത്യയിലെ കാലാവസ്ഥ എത്രത്തോളം വ്യത്യസ്തവും തീവ്രവുമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ വലിയ ചോദ്യത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ മൺസൂൺ എപ്പോഴാണ് വന്നെത്തുക? മൺസൂണിന്റെ വരവ് സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, മെയ് പകുതിയോടെ, അതായത് മെയ് 14-16 തീയതികളിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാലവർഷമെത്തും. പിന്നീട് മെയ് അവസാനത്തോടെ ഏകദേശം മെയ് 25-നും ജൂൺ 1-നും ഇടയിലായി നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലും മൺസൂൺ എത്തും. ജൂൺ മാസത്തോടെ രാജ്യവ്യാപകമായി തന്നെ മൺസൂൺ ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ കിട്ടുന്ന വേനൽ മഴയും യഥാർത്ഥ മൺസൂണും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ശക്തമായ മഴയുണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം. തെക്കുകിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെടുന്ന പടിഞ്ഞാറൻ കാറ്റുകൾ വലിയ തോതിൽ ഈർപ്പത്തെ നമ്മുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഈർപ്പം കുറയുന്നത് കാറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ കാരണമാകുന്നു. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഹരിയാന, പഞ്ചാബ്, UP, ഡൽഹി NCR ഉൾപ്പെടുന്ന വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലടക്കം അസ്ഥിരമായ കാലാവസ്ഥയും കനത്ത മഴയും ഉണ്ടാകുന്നത്. ഒരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചാൽ, ഈ വർഷം എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീനം കുറവായതിനാൽ നമുക്ക് മികച്ച മഴ തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ കാർഷിക മേഖലയിലേക്ക് കടക്കുകയാണ്. മഴ എന്ന് കേൾക്കുമ്പോൾ കർഷകർക്ക് എപ്പോഴും അത് വലിയ സന്തോഷം ആകണമെന്നില്ല. സത്യത്തിൽ കാർഷിക മേഖലയ്ക്ക് ഈ മഴ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഭൂഗർഭജലം വർദ്ധിക്കാനും വേനലിലെ ജലക്ഷാമം മാറാനും ഇത് വളരെ നല്ലതാണ്. എന്നാൽ മറുവശത്ത് എന്താണ് സംഭവിക്കുന്നതെന്നോ, ഈ അതിശക്തമായ കാറ്റ് വിളവെടുക്കാറായ വിളകളെ അപ്പാടെ നശിപ്പിക്കും. പോരാത്തതിന് മഴയ്ക്ക് ശേഷമുള്ള ഈ ഉയർന്ന ഈർപ്പം കാരണം കീടങ്ങൾ പെരുകാനും ചോളം പോലെയുള്ള വിളകളിൽ പലതരം രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇത് കർഷകർക്കുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം ചില്ലറയല്ല. ഗ്രാമങ്ങളിലെ അവസ്ഥ ഇതാണെങ്കിൽ നഗരങ്ങളിലെ കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. പെട്ടെന്നുണ്ടാകുന്ന ഈ കാലാവസ്ഥാ മാറ്റം നഗരങ്ങളെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിക്കാറുണ്ട്. മോശമായ ഡ്രെയിനേജ് സിസ്റ്റം കാരണമുണ്ടാകുന്ന വലിയ വെള്ളക്കെട്ടുകളും ഗതാഗതക്കുരുക്കുകളും നമുക്കറിയാവുന്നതാണല്ലോ. ശക്തമായ കാറ്റിൽ മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു വീണ് വ്യാപകമായി വൈദ്യുതി നിലയ്ക്കും. ട്രെയിൻ, വിമാന സർവീസുകൾ മണിക്കൂറുകളോളമാണ് വൈകുന്നത്. അതുപോലെ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നതും മലയോരങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നതും നഗരജീവിതത്തെ മാത്രമല്ല, മൊത്തത്തിലുള്ള ജനജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതുകൂടാതെ നമ്മൾ ഭയക്കേണ്ട മറ്റൊരു വലിയ പ്രതിസന്ധിയുണ്ട്: ആരോഗ്യ പ്രശ്നങ്ങൾ. വെള്ളപ്പൊക്കത്തിന് ശേഷം നഗരങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളവും അന്തരീക്ഷത്തിലെ ഈർപ്പവും ഡെങ്കിപ്പനി, മലേറിയ പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ കാരണമാകും. കുടിവെള്ളം മലിനമാകുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലൻ. കോളറ പോലുള്ള ജലജന്യ രോഗങ്ങൾക്കും ഇത് വഴിവെക്കും. അപ്പോൾ
ഈയൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ അപകടങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കാൻ ചില കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ആദ്യമായി കർഷകരായ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉപജീവനം സംരക്ഷിക്കാൻ ഈ 3 കാര്യങ്ങൾ അടിയന്തരമായി